ഇത് ന്യൂ ഇയറിന് മുമ്പായിട്ട് എടുത്തൊരു വീഡിയോ കേട്ടോ. ചെറിയൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സ്റ്റുഡിയോ വരെ ഒന്ന് പോകാനായിട്ടുള്ളൊരു വീഡിയോ. ഇൻസ്റ്റാഗ്രാമിൽ കുട്ടിയുടെ കയ്യിൽ ജീൻസ് പാൻറ് കണ്ടിട്ടോ, അതുപോലെ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ സ്റ്റുഡിയോയിലേക്ക് ഈ തുള്ളി പോണത്. പക്ഷെ ആ ജീൻസ് പാൻറ് പോയിട്ട് ഒരു ഹെയർ ക്ലിപ്പ് പോലും ഞാൻ ഉദ്ദേശിക്കണ വരെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എനിക്ക് നട്ടുച്ച സമയത്താണ് ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം. അത് ഒന്നാമത്തെ ദേഷ്യം. പിന്നെ അവിടെ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഒന്നും കിട്ടാത്തത് രണ്ടാമത്തെ ദേഷ്യം. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ചാടിത്തുള്ളി അങ്ങനെ തന്നെ പോയത്. എന്റെ വാശിപ്പുറത്ത് പോയതാണ്. പക്ഷെ എന്താ ചെയ്യുക, ഒരു സാധനം ഇല്ല. ഇനി എല്ലാവരും കൂടെ വന്ന് പറക്കിക്കൊണ്ട് പോയതാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഒരു സാധനം ഇല്ല. അവസാനം ഞങ്ങൾ SM സ്ട്രീറ്റിലേക്ക് പോകാന്ന് വിചാരിച്ചു. അതിന്റെ ഉള്ളിൽ കയറാൻ മുമ്പായിട്ട് ഞാനൊന്നും ചിന്തിച്ചു, കയറണോ വേണ്ടിയോ. കാരണം അത്രയും തിരക്കാണ്. സൺഡേ മാർക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ടിസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ എന്റെ പാന്റ് ഇവിടെ അന്വേഷിച്ചു നടന്നിട്ട് ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയില്ല. ആ സമയം മുമ്പായിട്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഫോണിന്റെ സ്ക്രീൻ കാർഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തന്നു. ചേട്ടന്റെ ഫോണിന്റെ പൗച്ചൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, ലെൻസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. മെയിൻ ആയിട്ട് മുപ്പേന്റെ ഫോണിന്റെ ബാക്ക് പൗച്ചും അതുപോലെ തന്നെ ഒരു ലെൻസും വെക്കണം, എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, പുതിയ കിട്ടണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്റെ കൂടെ സ്ക്രീൻ കാർഡ് ഇട്ടുന്നത്രേ ഉള്ളൂ. സംഭവം എന്താ വെച്ചാൽ പറഞ്ഞു എന്നെ സമ്മതിപ്പിക്കാൻ ലെവലായി. പക്ഷെ മെയിൻ ആയിട്ട് മുപ്പേന്റെ കാര്യങ്ങൾ ആദ്യം ചെയ്യണം. കൂട്ടത്തിൽ ചെയ്യണം നനിയുമ്പോൾ വാഴ നനിയുമ്പോൾ ചെയ്യണം തന്നെയാണെന്ന് അറിയില്ല തന്നെ. അതുകൊണ്ട് ഞാൻ സമാധാനപ്പെടാണ്ടായപ്പോൾ കടയിൽ കയറി ഷവർമയ്ക്ക് വന്നു. അത് അതിനേക്കാളും വല്ലാത്ത അബദ്ധമായിരുന്നു. ഷവർമയിൽ ചിക്കനൊന്നും ഇല്ല. എന്റേതായ ഒരു സാധനം വാങ്ങാണ്ട് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിരിച്ച് കയറുമ്പോൾ ഏകദേശം 9 മണി 9 അപ്പോൾ അങ്ങനെ അസലായിട്ട് വീട്ടിൽ കയറി വന്നു. നമുക്ക് ഇത്രയും സ്ഥലം ഇവിടെ നിന്ന് അവിടെ വരെ പോയിട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ലെന്നാണ് അമ്മ ചോദിക്കുന്നത്. ശരിക്കും എനിക്ക് മനസ്സിലാണെങ്കിൽ ഇത് കിട്ടിയിട്ടില്ല. മുമ്പ് വരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. കിട്ടിയത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ലെവലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. വെറുതെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് എന്താ കാര്യം, നമുക്ക് മനസ്സിലാകാണ്ട് കിട്ടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്ഥിരം ഡേയിലോക്കും ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എപ്പോൾ കിട്ടിയാണ്. ഈ മലപ്പുറമായിട്ട് ഇത്ര ബുദ്ധിമുട്ടുന്നു. ഇനി ഇതെല്ലാം പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. എന്നിട്ട് എന്റെ സ്ഥിരം ഡേയിലോക്കും തൃശ്ശൂരാണ് ഇതൊക്കെ എപ്പോൾ കിട്ടിപ്പോയേനെ.